ബിഹി വസല്ലം. ഇർഷാദുൽ ഇബാദ് സബുക്ക് തുടരുന്നു. നിസ്കാരത്തിൻ്റെ കറാഹത്തുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി പറയട്ടെ, നിസ്കാരത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കൽ അത് കറാഹത്ത് മാത്രമല്ല, ഹറാം തന്നെയാണ് എന്നാണ് ബഹുമാനപ്പെട്ട മുത്തവല്ലി ഇമാമും ഹലീമി ഇമാമും ഒക്കെ പറയുന്നത്. ഫായിദത്ത്, ഇതൊരു ഫായിദയാണ്. യഹ്റുമുൽ ഇൽത്തിഫാത്തു ഫി സ്വലാത്തി, നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കൽ ഹറാമാണ്. അലാമ ഖാലഹുൽ മുത്തവല്ലി വൽ ഹലീമി, ഇമാം മുത്തവല്ലിയും ഇമാം ഹലീമിയും ഒക്കെ പറയുന്നത് പ്രകാരം തിരിഞ്ഞു നോക്കൽ ഹറാമാണ്. വറഫ്ഉൽ ബസ്വരി അൻ മൗദിഇ സുജൂദിഹി അലാ മാ ഖാലഹുൽ അദ്റായി, ബഹുമാനപ്പെട്ട അദ്റായി ഇമാം പറഞ്ഞത് പ്രകാരം സുജൂദിൽ നിന്ന് കണ്ണെടുക്കൽ പോലും ഹറാമാണ്. സുജൂദിൽ നിന്ന് കണ്ണുയർത്തുന്നത് ഹറാമാണ്. മറ്റെവിടെയും നോക്കാൻ പറ്റില്ല, തിരിഞ്ഞു നോക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല. അപ്പോൾ അത് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടതാണ്. നിസ്കാരത്തിൽ ശ്രദ്ധ മാറിപ്പോകാൻ പാടില്ല, തിരിഞ്ഞു നോക്കാൻ പാടില്ല, മനസ്സും മറ്റൊരിടത്തേക്ക് തിരിയാൻ പാടില്ല. പൂർണ്ണമായും നിസ്കാരത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് സുജൂദിന്റെ സ്ഥാനത്ത് തന്നെ നോക്കിക്കൊണ്ട് നിസ്കരിക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖാമ ഫി സ്വലാത്തി, ആരെങ്കിലും നിസ്കാരത്തിൽ നിന്നാൽ ഫൽതഫത, എന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കിയാൽ അല്ലെങ്കിൽ തിരിഞ്ഞു കളഞ്ഞാൽ റദ്ദല്ലാഹു അലൈഹി സ്വലാത്തഹു, അവന്റെ നിസ്കാരത്തെ അല്ലാഹു തആല തട്ടിക്കളയുന്നതാണ്, മടക്കി കളയുന്നതാണ്. അല്ലാഹു തആല അത് സ്വീകരിക്കൂല, അത് തിരസ്കരിക്കുന്നതാണ്. അപ്പൊ നിസ്കാരത്തിൽ നിന്നിട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല, മനസ്സും മറ്റൊരിടത്തേക്ക് തിരിയാൻ പാടില്ല. റവാഹു ത്വബ്രാനി, ഇമാം ത്വബ്രാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, മാ ബാലു അഖ്വാമിൻ, എന്താണ് ഒരു വിഭാഗത്തിന്റെ അവസ്ഥ, യർഫഉന അബ്സ്വാറഹും ഇല സമാഇ ഫീ സ്വലാത്തിഹിം, അവർ നിസ്കാരത്തിൽ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു, അവരുടെ കണ്ണുകൾ ആകാശത്തിലേക്ക് ഉയർത്തുന്നു, മേൽപോട്ട് നോക്കുന്നു നിസ്കാരത്തിൽ. ഫഷ്തദ്ദ ഖൗലുഹു ഫീ ദാലിക, ആ വിഷയത്തിൽ റസൂലുള്ള കുറച്ചും കൂടി കടുപ്പിച്ചു പറഞ്ഞു. ഹത്താ ഖാല, എത്രത്തോളം പറഞ്ഞു എന്ന് വെച്ചാൽ റസൂലുള്ള പറയുകയാണ്, ലയന്തഹുന്ന അൻ ദാലിക, ഒന്നുകിൽ ഈ പണി അവർ നിർത്തിക്കൊള്ളട്ടെ, ഔല തുഖ്തഫുന്ന അബ്സ്വാറുഹും, ഔല തുഖ്തഫന്ന അബ്സ്വാറുഹും, അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ പൊട്ടിപ്പോവട്ടെ. ഒന്നുകിൽ ഈ പണി അവർ നിർത്തട്ടെ തീർച്ചയായും, ഔല തുഖ്തഫന്ന അബ്സ്വാറുഹും, അല്ലെങ്കിൽ അവരുടെ കാഴ്ചകൾ പറിച്ചെടുക്കപ്പെടട്ടെ, അവരുടെ കണ്ണുകൾ കാഴ്ച നഷ്ടപ്പെടട്ടെ. അത്രത്തോളം ഗൗരവത്തോടെ റസൂലുള്ള പറഞ്ഞു നിസ്കാരത്തിൽ മേൽപോട്ട് നോക്കുന്നവരെ കുറിച്ച്. അപ്പോൾ നിസ്കാരത്തിൽ സുജൂദിന്റെ സ്ഥാനത്ത് തന്നെയാണ് നോക്കേണ്ടത്. റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. റവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ്, ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പുന്നാര മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബിനെ കൊണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നു ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാമിനിക്ക്. അതായത് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കാണാതായി, ആ പുത്ര വിരഹ ദുഃഖത്താൽ യാക്കൂബ് നബി അലൈഹി സ്വലാം കാലങ്ങളോളം ഒരുപാട് വിഷമങ്ങൾ സഹിച്ചു കഴിഞ്ഞുകൂടി. ഇതിനൊക്കെ ഉണ്ടായ ഒരു കാരണം എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാം ഒരിക്കലും നിസ്കരിക്കുന്ന സമയത്ത് എന്താണ്, അള്ളാഹുവിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് നിസ്കരിക്കേണ്ട നിസ്കാരത്തിൽ എന്തായി, മോനോടുള്ള സ്നേഹം കൊണ്ട് യൂസുഫ് നബി അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ നിസ്കാരത്തിന്റെ ഇടയിൽ യൂസുഫ് നബിയിലേക്ക് നോക്കിയത് കൊണ്ടാണ് അള്ളാഹു താല, അത് കാരണത്താലാണ് യാക്കൂബ് നബിക്ക് ഇത്രയും വലിയ പരീക്ഷണം ഉണ്ടായത് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാരണം പറയപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വറുവിയ അന്ന സബബ ഇബ്തിലാ യാക്കൂബ് ബിബ്നിഹി, ബഹുമാനപ്പെട്ട യാക്കൂബ് അലൈഹിസ്സലാം തൻ്റെ മകൻ ബിബ്നിഹി യൂസുഫ്, മകൻ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ഇത്രയും അധികം പരീക്ഷണം അനുഭവിക്കാനുള്ള കാരണം എന്താണ്? അലൈഹിമുസ്സലാം അന്നഹു ഇൽതഫത ഫീ സ്വലാത്തിഹി ഇലൈഹി, ഒരിക്കൽ തൻ്റെ നിസ്കാരത്തിൽ നിന്നും യൂസുഫ് നബിയിലേക്ക് തിരിഞ്ഞു നോക്കി. വഹുവ നായിമുൻ, യൂസുഫ് നബി ഉറങ്ങുകയാണ്. മഹബ്ബത്തല്ലഹു, അപ്പോൾ യൂസുഫ് നബി അവിടെ പരിസരത്ത് ഉറങ്ങുന്നുണ്ട്. ആ ഉറങ്ങുന്ന മോനെ സ്നേഹത്തോടുകൂടി, സ്നേഹം കാരണം, യൂസുഫ് നബിയോടുള്ള വലിയ സ്നേഹം കാരണം അവിടെ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കി യാക്കൂബ് നബി അലൈഹിസ്സലാം. അത് കാരണമായിട്ടാണ് യൂസുഫ് നബിയെ യാക്കൂബ് നബിയിൽ നിന്നും അകറ്റി ഇത്രയും വലിയ പരീക്ഷണങ്ങൾക്ക് യാക്കൂബ് നബി അലൈഹിസ്സലാം വിധേയനാവേണ്ടി വന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാമും ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയനായി. ഇതെല്ലാം അള്ളാഹുവിൻ്റെ അസലിയായ ഖലായിൽ തന്നെ ഉള്ളതാണ്. പക്ഷേ ഓരോ കാരണങ്ങൾ അള്ളാഹു താല അതിനെ അള്ളാഹു താല മുസവ്വിബുൽ അസ്ബാബാണ്. അപ്പോൾ കാരണങ്ങളിലൂടെ അള്ളാഹു താല കാര്യങ്ങൾ ഇവിടെ നടത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാരണം അതിന് പറയപ്പെട്ടിട്ടുണ്ട്.